ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്കും സുഖം തന്നെ. അപ്പം നമുക്കിന്നൊരു ഉണക്ക ചെമ്മീൻ കറി വെക്കാം. അപ്പം അതെങ്ങനെയാണ് വെക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ 2 തക്കാളി എടുത്തരിഞ്ഞ് തിളച്ച വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റണം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് മൂടി വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്താൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് നമുക്കതിലേക്ക് ആവശ്യമുള്ളൊരു മസാല ഇടാം. മസാല എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ പൊടികളൊന്നും ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടില്ല. കാരണം മല്ലിപ്പൊടി ഞാൻ അതിനകത്തേക്ക് ചേർക്കാൻ ശരിക്കും മല്ലിപ്പൊടിൻ്റെ ടേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണക്ക ചെമ്മീൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി പച്ചമണം കളഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അങ്ങനെ ആ വെള്ളം നന്നായി എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായി അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് എന്നിട്ട് കുറച്ച് സവാള അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ ഞാൻ ഈ സവാള വഴറ്റിയില്ല. കാരണം ഈ സവാള വഴറ്റുന്നതിനേക്കാളും നമ്മൾ പിന്നെ കറി തിളക്കുന്ന സമയത്ത് സവാള പച്ചയായിട്ട് ഇടുവാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഈ സവാളയും ഇട്ട് നമുക്ക് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിൽ ഉണക്ക ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ അതിനകത്തിട്ട് തിളപ്പിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉണക്ക ചെമ്മീനും കൂടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ഇടാം. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മൊത്തത്തിൽ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരാവശ്യത്തിന് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പും കറിവേപ്പിലയും ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കതിൽ അടുത്ത ഐറ്റമായിട്ട് നമുക്ക് തേങ്ങ, കുറച്ച് ജീരകം ഇതും കൂടെ അരച്ച് ചേർക്കണം. ഈ തേങ്ങയും ജീരകവും അരച്ച് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നന്നായി നമുക്കൊന്നതിനെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ലൊരു ഉണക്കച്ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയെല്ലാം നോക്കണം കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയെല്ലാം നന്നായി കറക്റ്റായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് മൂപ്പിച്ച് വയ്ക്കണം. കടുകും ചെറിയ ഉള്ളി നമുക്കതൊന്ന് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ചേർക്കണം. ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു പണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കുക്കിങ്. വീടടിച്ച് വാരുക, പാത്രം കഴുകുക, തുണി അലക്കുക, അങ്ങനത്തെ എല്ലാം കാര്യങ്ങളെല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷേ കുക്കിങ്ങിനോട് ആദ്യം ഫസ്റ്റ് കുറേ കാലം മുമ്പേ ഒന്നും തീരെ താല്പര്യം ഉണ്ടായില്ല. പക്ഷേ നമുക്കൊരു വീട് കുടുംബമെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി അത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു ഇൻട്രസ്റ്റായി മാറും. അങ്ങനെയാണ് കാലക്രമേണ എനിക്ക് കുക്കിങ്ങിനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയത്. പിന്നെ അതൊരു ഈസിയായി മാറി. പിന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് ഒരു ചാനൽ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളിങ്ങനെ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതുപോലൊന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.